ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LPSA UPSA പരീക്ഷയുടെ തുടർച്ചയായിട്ടുള്ള പരിശീലനമാണ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. LP-UP മാരത്തോൺ എന്ന് നമ്മൾ പേരിട്ടിട്ടുള്ള ഈ ഒരു സീരീസ് നിങ്ങൾ വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിൽ ചെയ്യുന്ന കമൻറ്റുകളാണ്. തീർച്ചയായിട്ടും ആ കമൻറ്റുകൾ നമ്മൾ നോക്കാറുണ്ട്, കാണാറുണ്ട്. നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഈ ഒരു ക്ലാസ്സിലെ ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. നമ്മൾ മോക്ക് ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഇതേപോലെ തന്നെ പരീക്ഷ വരെയും ഉണ്ടാകും. ഓക്കെ, യെസ്. അടുത്തത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നോക്കുക, ആദ്യത്തെ ചോദ്യം: അനുച്ഛേദം 110 പ്രകാരം ഒരു ബില്ലിനെ മണി ബില്ലായി കണക്കാക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ വരുന്നത് ഏത് അല്ലെങ്കിൽ ഏതെല്ലാം? 1. ഏതെങ്കിലും നികുതി ചുമത്തൽ, നിർത്തലാക്കൽ, ഇളവ്, മാറ്റം അല്ലെങ്കിൽ നിയന്ത്രണം. 2. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണം കടം വാങ്ങുന്നതിനുള്ള നിയന്ത്രണം. 3. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കണ്ടിജൻസി ഫണ്ടിൻ്റെ കസ്റ്റഡി, പണം അടയ്ക്കൽ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കൽ. 4. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള പണ വിനിയോഗം. അനുച്ഛേദം 110 പ്രകാരം ഒരു ബില്ലിനെ മണി ബില്ലായി കണക്കാക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ വരുന്നത് ഏതെല്ലാം എന്നാണ്, അല്ലെങ്കിൽ ഏത് എന്നാണ് ചോദ്യം. 1, 2 എന്നിവ, 2, 3 എന്നിവ, 1, 4 എന്നിവ, ഇവയെല്ലാം എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ആൻസർ നോക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കുക, അത് കമൻറ്റ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചേരുംപടി ചേർക്കാനാണ് എ പാർട്ട്, അതുപോലെ തന്നെ ബി പാർട്ട്. മലബാർ കലാപം നടന്ന വർഷം, കുറിച്യാർ കലാപം നടന്ന വർഷം, കുണ്ട്ര വിളംബരം, ഒന്നാം പഴശ്ശി കലാപം നടന്ന വർഷം. ഇവിടെ 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ 4 തന്നിട്ടുള്ളൂ. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാർക്ക് കിട്ടാനുള്ളൊരു വഴിയുണ്ട്. അത് ചിലപ്പോൾ അപ്ലിക്കബിൾ ആകില്ല, പക്ഷേ ഇത് ഈസി ആയിട്ടൊരു സാധനം ആയതുകൊണ്ട് കിട്ടും. മലബാർ കലാപം നടന്ന വർഷം നിങ്ങൾക്ക് അറിയുമായിരിക്കും. അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ട് ഓപ്ഷനിലേക്ക് വന്നാൽ തന്നെ ഉത്തരത്തിലെത്താം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ശരിയായി ബന്ധിപ്പിക്കുക. എ ഭാഗം ബി ഭാഗം, അല്ലേ? എ ഭാഗവും ബി ഭാഗവും തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. എ ഭാഗം അതുപോലെ തന്നെ ബി ഭാഗം ശരിയായി ബന്ധിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭാവിയുടെ ലോഹം, ഭാവിയുടെ ഇന്ധനം, മഴവിൽ ലോഹം, ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു, ഹൈഡ്രജൻ, ടൈറ്റാനിയം, ട്രാൻസിസ്റ്റർ, അതുപോലെ തന്നെ ഇറീഡിയം. ഇതിനൊന്ന് ബന്ധിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം വീണ്ടും എ ഭാഗം ബി ഭാഗം. ചിനാബ്, രവി, ഗന്ധകി, ചലം, അസ്കിനി, വിതാസ, പരിഷിണി, നാരായണി. ഇതിനെന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ബന്ധിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യം: പങ്കാളിത്ത സമ്പത്തിലൂടെ സുസ്ഥിരവും തുല്യവുമായ കൃഷിയുടെയും ഗ്രാമീണ വികസനത്തിൻ്റെയും അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിനുള്ള സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ഇടപെടലുകൾ, നവീകരണങ്ങൾ, സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ സ്ഥാപന വികസനം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൗത്യവുമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനം ഏതാണ് എന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. LIC, IDBI, IRDA, നബാർഡ് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇവിടെ മെയിനായിട്ട് നോക്കിയാൽ മതി ഗ്രാമീണ വികസനം, കൃഷി, ഇതിലേതാണ് വരിക എന്നുള്ളത് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ആറാമത്തെ ചോദ്യം: ബ്രിട്ടീഷ് സഹകരണത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ബ്രിട്ടീഷ് സഹകരണം. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇരുമ്പുരുക്ക് ശാലകളൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടി, ഹെൽപ്പോടു കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രിട്ടീഷ് സഹകരണത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഏതെന്നാണ് ചോദ്യം. ഏതാ ഓപ്ഷൻ തന്നിട്ടുള്ളത്? ബിലായി, റൂർക്കേല, ദുർഗാപൂർ, ബക്കാറോ എന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. ഏഴാമത്തെ ചോദ്യം: പുതിയതായി ഉണ്ടാകുന്ന എക്കൽ മണ്ണിൻ്റെ പേര്? ഗാദർ, ബംഗർ, റിഗർ, ചുവന്ന മണ്ണ്. ഏതാണ്? അറിയാലോ, സിമ്പിൾ. എട്ടാമത്തെ ചോദ്യം: ഡക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ചുരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ത്യൻ ഭൂപ്രകൃതി നമുക്ക് പഠിക്കാനുള്ളതാണ്. നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെച്ചിരിക്കണം. നാതുല, ജലപ്ല, ഷിപ്കല, അസിർഗട്ട് ചുരം. ഒൻപതാമത്തെ ചോദ്യം: മയൂർഭഞ്ജ് ഖനി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ,
അതുപോലെ തന്നെ മധ്യപ്രദേശ്, ആസാം, കർണാടക എന്നിങ്ങനെയാണ് വന്നിട്ടുള്ളത്. 10ാമത്തെ ചോദ്യം, ജവഹർലാൽ നെഹ്റു തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം. തുറമുഖങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഗതാഗതം നമ്മുടെ ഭാഗത്തുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കാണ്ട്ല തുറമുഖം, മുംബൈ, നവശേവ, മർമഗോവ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. 10 ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓരോ ചോദ്യങ്ങളും നമുക്ക് നോക്കാം. അനുച്ഛേദം 110 പ്രകാരം ഒരു ബില്ലിനെ മണി ബില്ലായി കണക്കാക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ വരുന്നത് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും നികുതി ചുമത്തല്, നിർത്തലാക്കൽ, ഇളവ് അല്ലെങ്കിൽ മാറ്റം അല്ലെങ്കിൽ നിയന്ത്രണം, ഇതെല്ലാം നമ്മുടെ ആർട്ടിക്കിൾ 110 പ്രകാരം ഒരു മണി ബില്ലിന്റെ വ്യവസ്ഥയിൽ വരും. കേന്ദ്ര ഗവൺമെന്റിന്റെ പണം കടം വാങ്ങുന്നതിനുള്ള നിയന്ത്രണം മണി ബില്ലിൽ വരും. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കണ്ടിജൻസി ഫണ്ടിന്റെ കസ്റ്റഡി, പണമടയ്ക്കൽ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ഫണ്ടിൽ നിന്നുള്ള പണം പിൻവലിക്കൽ 110 പ്രകാരമുള്ള ബില്ല്, മണി ബില്ല് അതിൻ്റെ പരിധിയിൽ വരും, അതിൻ്റെ വ്യവസ്ഥയിൽ വരും. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള പണവിനിയോഗം. അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് ഏതായിരിക്കും? ഇവയെല്ലാമാണ്, ഇതെല്ലാമാണ്. ഇതും കൂടാതെ ഇനിയും 2 പോയിന്റ് കൂടിയുണ്ട്. 2ാമത്തെ ചോദ്യം, മലബാർ കലാപം നടന്ന വർഷം. ഇവിടെ നോക്കി, 793, 797, 800, 805, 1809, 1812, 1921. മലബാർ കലാപം 1921. അപ്പോൾ 1 E ആണ്. 1 E ഉള്ള ഏതൊക്കെ ഉണ്ട് നോക്കുക. 1 E ഉള്ള ABC അല്ലേ? അപ്പോൾ അത് നമുക്ക് വിടാം. കുറിച്യർ കലാപം നടന്ന വർഷം നോക്കുക, 1812 ആണ് കുറിച്യർ കലാപം. അപ്പോൾ 2D ആണ്. 2D ഉള്ള ഏതൊക്കെ ഉണ്ട് നോക്കുക. 2D ഉള്ള 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2D ഉള്ള 2 എണ്ണം, 2D ഉള്ള 2 എണ്ണം ഉണ്ട്. 1 E ഉള്ള 2 എണ്ണം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം വിട്ടാം. നമുക്ക് എയും ബിയും ആണ് ഓപ്ഷനിലുള്ളത്. എയും ബിയും ആണ് ഇനി ഓപ്ഷനിലുള്ളത്. എയുണ്ട്, ബിയും ഉണ്ട്. ഓക്കെ, എയും ബിയും ഉണ്ട്. അപ്പോൾ അത് കിട്ടി. ഇനി കുണ്ടറ വിളംബരം ഏത് വർഷമാണ് നോക്കുക. കുണ്ടറ വിളംബരം ഇവിടെ നോക്കണം, ജാനുവരി 11, 1800 അല്ലേ? സിമ്പിളാണ്, മാഞ്ഞു പോയി. ഒന്നുകൂടി പറയാം. മലബാർ കലാപം നടന്ന വർഷം 1921. കുറിച്യർ കലാപം നടന്ന വർഷം 1812. ഇനി അടുത്തത് കുണ്ടറ വിളംബരം നടന്ന വർഷമാണ് 1809 ജാനുവരി 11 ആണ്. 1ാം പഴശ്ശിക്കലാപം, ഇതിൽ 1ാം പഴശ്ശിക്കലാപം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഉണ്ട് അല്ലേ, 1793 വരിക. 1793 കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ 4A വരുന്നത്, 4A വരുന്ന, 3C വരുന്ന ഏതേ ഉള്ളൂ? 3C വരുന്നുണ്ട്, അത് ഇതിലും വരുന്നുണ്ട് അല്ലേ? 3C ഇതിലും വരുന്നുണ്ട്. അപ്പോൾ എയും ബിയും കൺഫ്യൂഷൻ വന്നു. അപ്പോൾ ഇവിടെ നോക്കുക, 4 വെച്ചിട്ട് നമുക്ക് അതിൽ ഉറപ്പിക്കാൻ പറ്റും, ഇത് മാത്രമേ ഉള്ളൂ, ഇത് തെറ്റാ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. 3ാമത്തെ ചോദ്യം ശരിയായി ബന്ധിപ്പിക്കുക. ഭാവിയുടെ ലോഹം ഏതാണ്? ഭാവിയുടെ ലോഹം, ഭാവി ടൈറ്റാണെന്ന് ആലോചിക്കുക, ടൈറ്റാനിയം. ഭാവിയുടെ ഇന്ധനം ഏതാണ് എന്നൊരു ചോദ്യം വരാം. ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജൻ. മഴവിൽ ലോഹം ഏതാണ്? ഇറീഡിയം ആണ്. അത്ഭുത ശിശു അതേതായിരിക്കും? ട്രാൻസിസ്റ്റർ ആയിരിക്കും. കിട്ടിയോ? ക്രോസ് ആയിട്ട് വന്നു അല്ലേ? കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഈ ഭാഗം ഓക്കെ അല്ലേ? അപ്പോൾ ഭാവിയുടെ ലോഹം ബി ആണ്. 1B വരുന്ന എത്ര എണ്ണം ഉണ്ട്? 1B വരുന്ന ഒന്നേ ഉള്ളത്. ഓപ്ഷൻ എ ആണ്. അപ്പോൾ ശരിയുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. 4ാമത്തെ ചോദ്യം വീണ്ടും, ചിനാബ്, രവി, ഗന്ധകി, ചലം, അസ്കിനി, വിദാസ, പരുഷിനി, നാരായണി. ഇത് പേര് തന്നെയാണ് അല്ലേ? ചിനാബ് പ്രാചീന കാലത്ത് അറിയപ്പെടുന്ന പേരെന്താണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിനാബ് പ്രാചീന കാലത്ത് ചിനാബസ്കിനി. ഓക്കെ, രവി, പരുഷിനി, ചലം, വിദാസ്ത, ഗന്ധകി നേപ്പാളിൽ, നാരായണി. സിമ്പിൾ അല്ലേ? ഇത് പ്രാചീനകാല നാമം, ഇത് മാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഈ ഭാഗം പറയാം. ചിനാബസ്കിനി. ഓക്കെ, 1A 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് 2 എണ്ണമാണ്, ബാക്കിയൊക്കെ തെറ്റാ. അപ്പോൾ എയും സിയും അതൊക്കെയാ. ബി രവി പരുഷിനി. ചലം വിദാസ്ത, ഗന്ധകി, നാരായണി. ഓക്കെ അല്ലേ? അപ്പോൾ ചിനാബസ്കിനി 1A ആണ്. 2 3 വരിക. ബി 3 വരുന്നത് ഏത് മാത്രമാണ്? ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വെട്ടി. ഇനി സി 4 വരിക. ഗന്ധകി, നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടും ഗന്ധകി അല്ലെങ്കിൽ ഗാണ്ടക്. 4 ചലം വിദാസ്ത. 4 2 ആണ് വിദാസ്ത. അപ്പോൾ ശരിയല്ലേ? സി ആണ് വരുന്നത്. 5ാമത്തെ ചോദ്യം, പങ്കാളിത്ത സാമ്പത്തികത്തിലൂടെ ഇതരവും സുസ്ഥിരവുമായ
വികസനം, തുല്യവുമായ വികസനം, കൃഷിയുടെയും ഗ്രാമീണ വികസനത്തിൻ്റെയും അഭിവൃദ്ധി ഉറപ്പുവരുത്തുന്നതിനുള്ള സാമ്പത്തികവും സാങ്കേതികപരവുമായ ഇടപെടലുകൾ, നവീകരണങ്ങൾ, സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ സ്ഥാപന വികസനം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൗത്യമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനം നബാർഡാണ് കേട്ടോ, നബാർഡാണ്. ആറാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് സഹകരണത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുർഗാപൂർ ആണ്. ഏഴാമത്തെ ചോദ്യം, പുതിയതായി ഉണ്ടാകുന്ന എക്കൽ മണ്ണിന്റെ പേര് പുതിയത് ഖാദർ ആണ്. എട്ടാമത്തെ ചോദ്യം, ഡക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് അസിർഗഡ് ചുരമാണ്. ഒൻപതാമത്തേത്, മയൂർഭഞ്ച് ഖനി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മയൂർഭഞ്ച് ഖനി ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പത്താമത്തെ ചോദ്യം, ജവഹർലാൽ നെഹ്റു തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? നവശേവ തുറമുഖമാണ്, നവശേവ തുറമുഖം. അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ നോക്കി. ഇതിൽ 10ൽ 10 കിട്ടിയ എത്ര പേരുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പേജ് 3 അക്കാദമിയിൽ LPUPക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെയ്ഡ് കോഴ്സ് അവൈലബിൾ ആണ്. ഒരു ഗോൾഡൻ ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്. നമ്മുടെ ഗോൾഡൻ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് വരുന്ന ഫീസ് 1500 രൂപയാണ്. പരീക്ഷ വരെയുള്ള ഈ കോഴ്സിലേക്കുള്ള ഫീസ് എന്ന് പറയുന്നത്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനുമായിട്ട് ചൂടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്? വിളിക്കാവുന്നതാണ്. ഓക്കെ, കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക്